വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ 5 ദിവസത്തെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന ധ്യാനം വലിയ അഭിഷേകത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിനങ്ങളായി മാറും. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ പല വിധത്തിലുള്ള തിന്മകളുടെയും മയക്കുമരുന്നിൻ്റെയും ദുശീലങ്ങളുടെയും ജഡികമായ പാപങ്ങളുടെയും ഒക്കെ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുരിശിനിൽ നമുക്ക് ഇവയിൽ നിന്നെല്ലാം വിജയം നേടാൻ സാധിക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ച് ശാലോം TV ഒരുക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ ധ്യാനത്തിൻ്റെ 4ാം ദിവസത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കുരിശിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും നമ്മൾ ആദ്യ ദിവസം ധ്യാനിക്കുകയുണ്ടായി. 2ാമത്തെ ദിവസം വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. 3ാമത്തെ ദിവസം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തിയാൽ പൈശാചിക പീഡകളുടെ മേൽ നമുക്ക് എങ്ങനെ വിജയം നേടാം. വിശുദ്ധ കുരിശിന് പൈശാചിക പീഡകളുടെ മേൽ വലിയ അധികാരമുണ്ട്. പൈശാചിക ശക്തികൾക്ക് വിശുദ്ധ കുരിശിൻ്റെ ഭയമാണ്. അത് നമ്മൾ ഇന്നലെ ധ്യാനിക്കുകയുണ്ടായി. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ 4ാമത്തെ ദിവസം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് എങ്ങനെ കഴിയും, അതേക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. വിശുദ്ധിയിൽ മുന്നേറാൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളം നമ്മളെ സഹായിക്കുന്നു. ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുരിശിൻ്റെ അടയാളം ഭക്തിയോടെ വിശ്വാസത്തോടെ വരച്ച് നമുക്ക് അഭിഷേകത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് കുരിശടയാളത്തിന് നമ്മളെ സഹായിക്കുവാൻ സാധിക്കും. ക്ലെയർ വോക്സിലെ വിശുദ്ധ ബെർണാർഡ് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി: ചിന്തകളെ പൂർണ്ണമായും നിയന്ത്രിക്കാനും അശുദ്ധിയെ ഒഴിവാക്കുവാനുമുള്ള വിജയകരമായ വഴി കുരിശു വരയ്ക്കലാണ്. വിശുദ്ധ ബെർണാർഡ് ആത്മീയ ചിന്തകൾക്കും ആത്മീയമായിട്ടുള്ള ജ്ഞാനത്തിനും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വിശുദ്ധനാണ്. അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും, അദ്ദേഹം അനേകർക്ക് പ്രാർത്ഥിച്ചു കൊടുത്തതിൽ നിന്നും, അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ജ്ഞാനത്തിൽ നിന്നും അദ്ദേഹം ക്ലെയർ വോക്സിലെ വിശുദ്ധ ബെർണാർഡ് നമ്മളെ പഠിപ്പിക്കുകയാണ്: ചിന്തകളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനും അശുദ്ധിയെ ഒഴിവാക്കുവാനുമുള്ള വിജയകരമായ വഴി കുരിശു വരയ്ക്കലാണ്. നമുക്കറിയാം, ഇന്ന് പലരോട് സംസാരിക്കുമ്പോഴും പലരുടെയും പ്രശ്നം ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ചിന്തകളിൽ ഒത്തിരി മാലിന്യങ്ങൾ കയറി വരുന്നു. അശുദ്ധമായ ചിന്തകൾ, അശുദ്ധമായ കാഴ്ചകൾ, അതുമൂലം ജീവിതത്തിൽ വിശുദ്ധിയിൽ മുന്നേറാൻ സാധിക്കുന്നില്ല. ഇവിടെ കർത്താവിൻ്റെ വചനവും വിശുദ്ധരും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിലെ വചനം പഠിപ്പിക്കുകയാണ്: വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ എല്ലാവരുടെയും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ വലിയ ആഗ്രഹമാണ് കർത്താവിനെ കാണുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക, കർത്താവിനെ ദർശിക്കുക എന്നുള്ളത്. വചനം പഠിപ്പിക്കുകയാണ്: വിശുദ്ധി കൂടാതെ
ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലുള്ള പ്രാർത്ഥനയാലും വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചും നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും സാധിക്കും. ബോംബെയിലുള്ള താബോർ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തിൽ ഒരിക്കൽ ഒരു ധ്യാന അവസരത്തിൽ, അതൊരു ഇംഗ്ലീഷ് ധ്യാനമായിരുന്നു, ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം പങ്കുവച്ചു. അദ്ദേഹം ഡോക്ടറാകാൻ പഠിക്കുകയാണ്, MBBS പഠിക്കുകയാണ്. അദ്ദേഹം എൻ്റെ അരികിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൈവം ഇടപെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. പൊതുവെ പലരും അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ വരുമ്പോൾ ഈ യുവാവ് അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവം പങ്കുവയ്ക്കാനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതായിരുന്നു: അദ്ദേഹം മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസത്തിനായിട്ട് ചേർന്നതിന് ശേഷം അദ്ദേഹം ഒത്തിരിയേറെ തെറ്റായ കാഴ്ചകളിലൂടെയും തെറ്റായിട്ടുള്ള സംസാരത്തിലൂടെയും ചിന്തകളിലൂടെയൊക്കെ കടന്നുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റുകളും സംഭവിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലായി. ആ സമയത്ത് അദ്ദേഹത്തിന് പഠിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ പഠനത്തിലൊക്കെ അദ്ദേഹം വളരെയധികം താഴോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി, എന്താ മോന് പറ്റിയത്? കാരണം പഠനം MBBS പഠനം വരെ വളരെ നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം മെഡിക്കൽ കോളേജിൽ വെച്ചോ ഇങ്ങനെ മോശമായ ചിത്രങ്ങൾക്കും കാഴ്ചകൾക്കും വീഡിയോകൾക്കൊക്കെ അടിമയായി കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ചിന്തകളെ നിയന്ത്രിക്കാൻ അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന് എന്തു ചെയ്യണമെന്നും അറിയുകയില്ലായിരുന്നു. അദ്ദേഹം പല വിധത്തിൽ ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ മെഡിക്കൽ കോളേജുള്ള പ്രദേശത്ത് ഒരു ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വന്ന ഒരു അൽമായ സഹോദരൻ, ഒരു കൗൺസിലറാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുവാൻ ഈ MBBS പഠിക്കുന്ന യുവാവിന് ഒരവസരം കിട്ടി. അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചു. ആ കൗൺസിലർ നന്നായിട്ട് ഉപദേശങ്ങളൊക്കെ നൽകി, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അതിൻ്റെ കൂടെ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്റെ ശക്തിയിലും കഴിവിലും ആശ്രയിച്ചിട്ട് നിനക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ, കർത്താവിൻ്റെ കുരിശിൽ നീ ആശ്രയിക്കുക. നീ എല്ലാ ദിവസവും കുറച്ചു നേരം നിന്റെ കണ്ണുകൾ ഒന്ന് അടച്ചു പിടിച്ച് 2 കണ്ണുകളിലും കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എൻ്റെ കണ്ണുകളെയും കാഴ്ചകളെയും നിയന്ത്രിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. അതോടൊപ്പം സാധിക്കുമ്പോഴൊക്കെ നിന്റെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് നിന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കുവാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ ഉപദേശത്തിൽ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ആ ചെറുപ്പക്കാരൻ കരുതി, എന്തു തന്നെയാണെങ്കിലും ദൈവാനുഭവമുള്ള ഒരു വ്യക്തി പറഞ്ഞതാണല്ലോ, പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി. അങ്ങനെ ആ MBBS പഠിക്കുന്ന ആ യുവാവ് എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, ആ യുവാവ് ഈ ഒരു ചെറിയ ഉപദേശം അനുസരിച്ച് അദ്ദേഹം പലവട്ടം പ്രാർത്ഥിച്ചു. അദ്ദേഹം തൻ്റെ കണ്ണുകളിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. കാഴ്ചകളെ നിയന്ത്രിക്കാനുള്ള അഭിഷേകം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. ചിന്തകളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുകയായിരുന്നു, അച്ഛാ, 10-30 ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. എനിക്ക് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനും എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കാനൊക്കെ സാധിച്ചു.
കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തി എന്നിൽ പ്രകടമായി. എനിക്കിപ്പോൾ നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ MBBS പഠനത്തിൽ വളരെ നന്നായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അച്ഛനെ ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്നപ്പോൾ കാണാൻ വന്നത് എൻ്റെ ഈ പ്രശ്നം ഞാൻ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് അച്ഛൻ ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ വരുന്ന യുവതി യുവാക്കൾ ഇതേ പ്രശ്നങ്ങളായി വരുന്നവരോട് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അച്ഛനെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് അദ്ദേഹം പോയി. സ്നേഹമുള്ളവരെ, ഒരു യുവാവ് വളരെ വിശ്വാസത്തോടെയും ബോധ്യത്തോടെയും അശുദ്ധമായ ചിന്തകളിൽ നിന്നും അശുദ്ധമായ കാഴ്ചകളിൽ നിന്നും ആ യുവാവിന് സംരക്ഷണം കിട്ടിയത്, അദ്ദേഹത്തിന് ഒരു നല്ല ഉപദേശം കിട്ടി. അത് വിശ്വാസത്തോടെ അദ്ദേഹം ചെയ്തു. കണ്ണുകളിൽ കുരിശടയാളം വരച്ചു പ്രാർത്ഥിച്ചു, നെറ്റിയിൽ കുരിശടയാളം വരച്ചു പ്രാർത്ഥിച്ചു. കുരിശിൻ്റെ ശക്തി അദ്ദേഹത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയിൽ മുന്നേറാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് വളരെയധികം അറിവുള്ള ബെർണാദ് പുണ്യവാളൻ ഇപ്രകാരം പറഞ്ഞത്: ചിന്തകളെ പൂർണ്ണമായും നിയന്ത്രിക്കാനും അശുദ്ധിയെ ഒഴിവാക്കുവാനുമുള്ള വിജയകരമായ വഴി അത് കുരിശു വരയ്ക്കലാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 5-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, എങ്ങനെയാണ് അശുദ്ധ ചിന്തകളിൽ നിന്ന്, അശുദ്ധമായിട്ടുള്ള കാഴ്ചകളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ജഡികമായ പ്രവണതകളിൽ നിന്ന് ഒരു വ്യക്തിക്ക് സൗഖ്യം, വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ സാധിക്കുക. യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് മോഹങ്ങളെയും വികാരങ്ങളെയും ക്രൂശിച്ചുകൊണ്ട്, കുരിശടയാളത്താൽ വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ മുന്നേറാൻ സാധിക്കുമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ തന്നെ 19 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശ്യമായ പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. പൗലോസ്ലീഹ വളരെ കാര്യമായി നമ്മെ ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാനിടയുള്ള ചില പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്, ചില വ്യാപാരങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ട്, നിത്യജീവൻ ലഭിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ദേവാലയത്തിൽ പോകുന്നതും നന്മകൾ പ്രവർത്തിക്കുന്നതും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പൗലോസ്ലീഹ പറയുകയാണ്, ഇത്തരത്തിലുള്ള ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നമ്മളിൽ ഉള്ളപ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്, ചിന്തകളെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ഇവയെല്ലാം അതിജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവശാസ്ത്രജ്ഞനായ ഒറിജിൻ ഒരിക്കൽ പറഞ്ഞ ഒരു ഉപദേശം മനോഹരമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലും വിശ്വാസത്തിൽ ഹൃദയത്തിലും കുരിശടയാളം പ്രതിഷ്ഠിച്ചാൽ കോപത്തിനോ ജഡികതയ്ക്കോ അതിനോടെതിരിടാൻ പറ്റില്ല. പാപവും ജഡികാസക്തികളും കുരിശിൻ്റെ സാന്നിധ്യത്തിൽ ഓടിയൊളിക്കും. സ്നേഹമുള്ളവരെ, വലിയ ദൈവാനുഭവമുള്ള ദൈവശാസ്ത്രജ്ഞനാണ് ഈ ഒറിജിൻ എന്ന് പറയുന്ന ആദ്യ പിതാവ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ വിശ്വാസത്തിൽ ഹൃദയത്തിലും കുരിശടയാളം പ്രതിഷ്ഠിച്ചാൽ കോപത്തിനോ, നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കോപം. കോപം ഒരു ജഡത്തിൻ്റെ വികാരമാണ്, ജഡത്തിൻ്റെ വ്യാപാരമാണെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. നമുക്ക് കോപത്തെ അതിജീവിക്കേണ്ടതുണ്ട്. ജഡികതയ്ക്കോ, ഏത് തരത്തിലുള്ള ജഡിക പാപങ്ങളാകട്ടെ, ജഡികതയ്ക്കോ അതിനോടെതിരിടാൻ പറ്റില്ല. പാപവും ജഡികാസക്തികളും കുരിശിൻ്റെ സാന്നിധ്യത്തിൽ ഓടിയൊളിക്കും. കുരിശിൻ്റെ സാന്നിധ്യത്തിൽ
ഓടിയൊളിക്കും. കുരിശിൻ്റെ ശക്തിയാൽ ഇത് ഓടിയൊളിക്കുമെന്നാണ് ഒറിജിൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടെയുള്ള കുരിശു വരാം ഓരോ ദിവസവും നമ്മളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാൻ നമ്മളെ സഹായിക്കും. പഴയ മനുഷ്യനെ യേശുവിനോടൊപ്പം ക്രൂശിതൻ്റെയോടൊപ്പം നമുക്ക് കുരിശിൽ തറയ്ക്കാൻ നമുക്ക് സാധിക്കും. കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങയുടെ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ ജഡിക ആസക്തികളിൽ നിന്നും എനിക്ക് വിടുതൽ നൽകണമേ എന്ന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ വിശുദ്ധിയിൽ മുന്നേറാൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, ഞാൻ നോർത്ത് ഈസ്റ്റിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയം അവിടെ കൽക്കട്ടയിൽ ഒരു ബൈബിൾ കൺവെൻഷൻ നടത്താനായി അവിടെ നിന്ന് പോയി. അപ്പോൾ കൽക്കട്ട പട്ടണത്തിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ ദൂരം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. അങ്ങനെ ആ കൺവെൻഷൻ നടക്കുന്നതിനിടയിൽ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നത്, ആ സഹോദരി വലിയ ഭയത്തിന് അടിമയായിരുന്നു. അപ്പോൾ ആ സഹോദരി മരിച്ചു പോകുമോ എന്നുള്ള ഭയത്തിലാണ്. അപ്പോൾ ആ ഭയത്തിൻ്റെ കാരണം, ഈ സഹോദരിക്ക് കുറച്ചു നാളുകളായിട്ട് പനിയും മറ്റു രോഗങ്ങളും വരുന്നു, മരുന്ന് കഴിക്കുന്നു, ചികിത്സ ചെയ്യുന്നു, കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നു, വീണ്ടും വരുന്നു, വീണ്ടും ഈ അസുഖങ്ങൾ വരുന്നു. അപ്പോൾ ഈ സഹോദരിക്ക് വലിയ ഭയമായി, താൻ ഉടനെ മരിച്ചു പോകുമോ എന്നുള്ള മരണഭയം വന്നപ്പോൾ രാത്രിയിൽ ഉറക്കമില്ല. അങ്ങനെ ആകെ പ്രതിസന്ധിയായി. ആ സഹോദരിയുടെ വീട്ടുകാർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ആ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് വന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു, ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിച്ച ഒരു സഹോദരിയായിരുന്നു. ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി അശുദ്ധമായ ചിന്തകളിലും അശുദ്ധമായ പാപങ്ങളിലും ജീവിച്ച ഒരു സഹോദരിയായിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായ ആവശ്യങ്ങളുള്ളപ്പോഴൊക്കെ ആ സ്ത്രീ ജഡികമായ പാപങ്ങളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് അവർ വളരെ ലാവിഷായിട്ട് ജീവിച്ചിരുന്നു. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദർ, ആ സ്ത്രീയുടെ കൂടെ എത്ര പേരുമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും ആ സ്ത്രീക്ക് ഓർമ്മയില്ല. ഒരു 100-100 പേരെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ മോശമായ രീതിയിൽ ഞങ്ങൾക്ക് കെട്ടിടം കിട്ടാത്തപ്പോൾ പോലും തെരുവുകളിൽ കിടന്നു പോലും പാപം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് കുറേ കഴിഞ്ഞപ്പോൾ ചില രോഗങ്ങൾ വന്ന് അതിനുശേഷം ഇത് മാറിപ്പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ വലിയ ഭയമായിട്ടാണ് ഇവർ വന്നത്. ഇവർക്ക് ചികിത്സ ചെയ്തിട്ട് മാറിപ്പോകുന്നില്ല. ഇപ്പോൾ സ്നേഹമുള്ളവരെ, അവർ ഈ പാപകരമായ ജീവിതം നയിച്ച്, അശുദ്ധമായ ജീവിതം നയിച്ച് അവരിൽ തിന്മയുടെ ശക്തി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ മരണഭയവും ഇത്ര ശക്തമായിട്ട് നൽകുന്നത്. അപ്പോൾ അന്ന് ഞാനുണ്ടായിരുന്നു. എൻ്റെ അടുത്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ അവിടെ ആ ബൈബിൾ കൺവെൻഷനിൽ ഉണ്ടായിരുന്ന നല്ല അഭിഷേകമുള്ള ഒരു സഹോദരൻ, കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന, പ്രാർത്ഥന ഒക്കെ നടത്തുന്ന ഒരു കൗൺസിലിംഗ് നടത്തുന്ന സഹോദരനുണ്ടായിരുന്നു, ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർ 2 പേരെയും വിളിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഈ സഹോദരിക്ക് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ സഹോദരിയുടെ ശിരസിൽ കൈവച്ച് കുരിശടയാളം വരച്ച് കുരിശിൻ്റെ ശക്തിയാൽ ഈ സഹോദരിക്ക് വിടുതലും സൗഖ്യവും ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുറച്ചു നേരമൊക്കെ ആ സ്ത്രീ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ വളരെയധികം വയലൻ്റായി, അവർ അക്രമാസക്തമായി, അവർ വലിയ ബഹളമുണ്ടാക്കാനും ഒച്ചയുണ്ടാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ അവർ വേറൊരു വ്യക്തിയായി മാറി. അവർ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ തലയൊക്കെ ആയിട്ട് ആട്ടി അവിടെ വീഴുമെന്നൊരവസ്ഥയായി. സ്നേഹമുള്ളവരെ, എന്നാൽ ഞങ്ങൾ 3 പേരും യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ കുരിശ് വെച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സഹോദരി പതുക്കെ അവിടെ താഴെ മയങ്ങി ഇരുന്നു. അതിനുശേഷം അവർ വളരെ ശാന്തതയിലേക്ക് പോയി. അവർക്ക് വലിയ വ്യത്യാസമുണ്ടായി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, ഈ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, ഞാൻ പലരുടെ അടുത്തും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പലരും എൻ്റെ അടുത്ത് ജപമാല അണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജപമാല അണിയുമായിരുന്നു ഫാദറെ. പക്ഷെ രാത്രിയിൽ ഞാൻ തന്നെ അറിയാതെ ചില സമയങ്ങളിൽ ഈ അണിയുന്ന ജപമാല ഞാൻ തന്നെ അത് പൊട്ടിച്ചു കളയും. ഞാൻ എപ്പോഴാണ് അത് പൊട്ടിച്ചു കളയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ജപമാല സ്ഥിരമായിട്ട് എൻ്റെ കഴുത്തിൽ അണിയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. സ്നേഹമുള്ളവരെ, ശക്തമായ രീതിയിൽ അശുദ്ധമായ പാപങ്ങളിലൂടെ കടന്നുപോയി, അശുദ്ധമായ ചിന്തകൾ തലയിൽ നിറച്ച് അശുദ്ധമായ കാഴ്ചകളിലൂടെ കടന്നുപോയ ആ സഹോദരിക്ക്
കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ പ്രാർത്ഥിച്ചപ്പോൾ, കുരിശിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ വിടുതൽ അശുദ്ധമായ പാപങ്ങളിൽ നിന്ന് ലഭിച്ചു. അവർ പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. ഞങ്ങൾ ആ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ തിരിച്ചു വന്നു. പിന്നീട് അവർ 1-2 തവണ ഫോൺ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദർ, ഇപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിന് ശക്തിയുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിന് ശക്തിയുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ സൗഖ്യത്തിലേക്കും വിശുദ്ധിയിലേക്കും നമുക്ക് കടന്നു വരാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി കടന്നു വരുന്ന വേറൊരു മേഖലയാണ് വിദ്വേഷം മൂലം നിങ്ങൾ അശുദ്ധരായി തീരുന്നു എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: വിദ്വേഷം നിങ്ങളുടെ ഉള്ളങ്ങളിൽ ആളിക്കത്തുമ്പോൾ, വിദ്വേഷം നിങ്ങളുടെ ഉള്ളങ്ങളിൽ ആളിക്കത്തുമ്പോൾ നെഞ്ചിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കോപവും പുക പോലെ അപ്രത്യക്ഷമാകും. സ്നേഹമുള്ളവരെ, ക്ഷമിക്കാനാകാത്ത വിധം വിദ്വേഷത്തിലും വെറുപ്പിലും കഴിയുന്ന അനേകരുണ്ട്. വിദ്വേഷവും വെറുപ്പും നമ്മളെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകും. നെഞ്ചിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചാൽ കോപത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും നമുക്ക് കരകയറാൻ സാധിക്കുമെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇരുട്ടിനും വെളിച്ചത്തിനും ഒന്നിച്ചു വസിക്കാൻ സാധിക്കുകയില്ല. ഇരുട്ടുള്ളിടത്ത് വെളിച്ചമില്ല, വെളിച്ചമുള്ളിടത്ത് ഇരുട്ടുമില്ല. നമ്മുടെ ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ പ്രകാശമായ ഈശോയ്ക്ക്, വിശുദ്ധിക്ക് നമ്മോടൊപ്പം കഴിയാൻ സാധിക്കുകയില്ല. വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ അശുദ്ധിയിൽ നിന്ന് നമ്മൾ മോചിതരാകേണ്ടതുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും, ഒത്തിരി ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും, ഒത്തിരിയേറെ കഠിനമായ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കും അവരുടെ വിശുദ്ധി ചോർന്നു പോകുന്നത് പലപ്പോഴും ഉള്ളിൽ പലരോടും വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ കർത്താവിൻ്റെ ശക്തി, വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മൾ ഉപദേശിക്കുന്ന പോലെ നെഞ്ചിൽ കുരിശടയാളം വരച്ച് നമ്മുടെ ജീവിതത്തിലുള്ള വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മോചനം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരിക്കലൊരു ധ്യാനത്തിനിടയിൽ ഒരു സഹോദരിയെ കണ്ടതോർക്കുകയാണ്. ആ സഹോദരിക്ക് സോറിയാസിസ് അസുഖം വളരെ ശക്തമായിട്ട് കൂടി. ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഈ സഹോദരി മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവർ പതുക്കെ മൂക്ക് പൊത്താൻ തുടങ്ങും. അതുകൊണ്ട് പിന്നെ ഈ സഹോദരിക്ക് പുറമെ പോകാൻ മടിയായി. അങ്ങനെയുള്ള ഈ സഹോദരിയാണ് ഒരു ധ്യാനാവസരത്തിൽ കണ്ടത്. അപ്പോൾ ഈ സഹോദരിയോട് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ കരയാൻ തുടങ്ങി. പിന്നീട് അവർ പറഞ്ഞു അവർക്ക് അവരുടെ സ്വന്തം അപ്പച്ചനോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. കുട്ടിക്കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങളാണ് അപ്പച്ചനോട് മറക്കാൻ സാധിക്കുന്നില്ല, പൊറുക്കാൻ സാധിക്കുന്നില്ല, വെറുപ്പാണ് ഉള്ളിലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ, പിന്നീട് അവർ വിവാഹിതയാണിപ്പോൾ, പക്ഷെ അവരുടെ ജീവിതത്തിൽ ആ വെറുപ്പ് അങ്ങനെ കൂടിക്കൂടി അവർ ഈ രോഗത്തിന് അടിമയായി മാറിയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ക്ഷമിക്കാനും വെറുപ്പുള്ളിൽ നിന്ന് മാറ്റാനും ഞങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ദേവാലയത്തിൽ പോയി കർത്താവിൻ്റെ കുരിശിൽ നോക്കിയിരിക്കുക. ഈശോ നിന്നോട് സംസാരിക്കട്ടെ, കുരിശ് നിന്നോട് സംസാരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആ സഹോദരി പോയി കുരിശിലേക്ക് നോക്കി കുറച്ചു നേരം പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ സഹോദരിയിൽ ഈശോ പ്രവർത്തിച്ചു. കുരിശടയാളം, ക്രൂശിത രൂപൻ ആ സഹോദരിയുടെ അടുത്തേക്ക് വന്നു. ആ സഹോദരി ഒന്ന് മയങ്ങിപ്പോയപ്പോൾ അവർ ഇങ്ങനെ ഒരു ദർശനം കണ്ടു. ഞാൻ എന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചതുപോലെ നീയും ക്ഷമിക്കുക എന്ന വാക്കുകൾ കേട്ടു. ആ സഹോദരിയെ ദൈവം തൊട്ടു. ആ സഹോദരി ഉള്ളിലുണ്ടായിരുന്ന വെറുപ്പ് പോയി. അപ്പച്ചനോട് ക്ഷമിച്ചു. ആ സഹോദരി അന്ന് നല്ലൊരു കുമ്പസാരം നടത്തി. അതിനുശേഷം പിറ്റേ ദിവസം ആ സഹോദരി എന്നെ കാണാൻ വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, നല്ല കുമ്പസാരം നടത്തി പ്രാർത്ഥിച്ച് ആ നിമിഷങ്ങളിൽ തന്നെ ആ സഹോദരിക്ക് ഉണ്ടായിരുന്ന, ആ ശരീരത്തിലുണ്ടായിരുന്ന സോറിയാസിസ് മൂലമുണ്ടായിരുന്ന പഴുപ്പ്, ദുർഗന്ധം അതൊക്കെ ഉണങ്ങിപ്പോയി, അതൊക്കെ പുറത്തു. വലിയൊരു സൗഖ്യം ആ സഹോദരിക്ക് കിട്ടി. സ്നേഹമുള്ളവരെ, അശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, വെറുപ്പിൽ ജീവിക്കുമ്പോൾ സൗഖ്യം കിട്ടുക എളുപ്പമല്ല. നമ്മൾ വിശുദ്ധിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ക്രൂശിത രൂപത്തിന്, കുരിശടയാളത്തിന്
നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ കുരിശടയാളത്തിൽ, ക്രൂശിത രൂപത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തെക്കുറിച്ചും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇന്നത്തെ ദിവസം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമുക്ക് എങ്ങനെയാണ് വിശുദ്ധിയിൽ മുന്നേറാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ അശുദ്ധമായ ചിന്തകളെയും, നമുക്ക് നിയന്ത്രിക്കാനാകാത്ത എല്ലാ അശുദ്ധമായ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചിന്തകളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളം വരച്ച് വിശുദ്ധീകരിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കുരിശ് കരങ്ങളിലെടുത്ത് വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നിലുള്ള അശുദ്ധ ചിന്തകൾ വിട്ടുപോകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നിലുള്ള അശുദ്ധ ചിന്തകൾ വിട്ടുപോകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നിലുള്ള അശുദ്ധ ചിന്തകൾ വിട്ടുപോകട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. നെഞ്ചിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നിങ്ങൾ കാണും എന്നുള്ള വിശുദ്ധ ക്രിസോസ്റ്റത്തിൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ച് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. തുടർന്നു വരുന്ന ആരാധനയിൽ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തിയാൽ അത്ഭുതകരമായ വിശുദ്ധി നമ്മളിൽ വന്ന് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. യേശുവേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. യേശുവേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധന ആരാധന. കരങ്ങൾ വീശി ആരാധന. എല്ലാവരും ചേർന്ന് എല്ലാം സമർപ്പിച്ച് ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മനുഷ്യമക്കളോടൊപ്പം എപ്പോഴും
ആയിരിക്കുവാനുള്ള ഈശോയുടെ ആഗ്രഹം. അതാണ് ദൈവപുത്രനായ ഈശോ ദിവ്യകാരുണ്യത്തിൽ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നതിന് കാരണം. ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സ്നേഹം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഈ അപ്പത്തിലുണ്ട്. ഈശോ നമ്മോടൊപ്പമായിരിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈശോ നമ്മുടെ അരികിലുണ്ട്. ആ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഈശോയെ, എൻ്റെ ഈ കൊച്ചു വീട്ടിലേക്ക് അങ്ങ് കടന്നു വന്നതിന്, എൻ്റെ കൊച്ചു ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷത്തിനൊരുക്കമായി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എന്ന 5 ദിവസത്തെ ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ. 4-ാമത്തെ ദിവസത്തെ ആരാധനയിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാലും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലും വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കും. അതാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. ഈ കാലഘട്ടം ഒത്തിരി പ്രലോഭനങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അനേകർ വന്നു പറയുന്ന ഒരു പ്രാർത്ഥനയും അവരുടെ സ്വകാര്യ ദുഃഖവുമാണ്, വിശുദ്ധിയിൽ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നത്. അത് ഈ ലോകത്തുള്ള ഭൂരിഭാഗം മനുഷ്യരും ആഗ്രഹിക്കുന്നത് നന്മയാണ്, പക്ഷേ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും പ്രവർത്തിച്ചു പോകുന്നത്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മളിൽ വസിക്കുന്ന പാപത്തിൻ്റെ സ്വാധീനമാണ്, അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളുടെ സ്വാധീനമാണ്. പാപത്തിൻ്റെ ഫലമായി ജീവിതത്തിലേക്ക് കടന്നു വന്ന തിന്മയുടെ ശക്തികളുടെ സ്വാധീനമാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം നമുക്കെപ്പോഴും ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതിതാണ്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, വിശുദ്ധിയിൽ മുന്നേറാൻ വിശുദ്ധ കുരിശിനും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും നമ്മെ സഹായിക്കാനാകും. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. വിശുദ്ധ ബെർണാർഡ് നമ്മളെ ഓർമ്മിപ്പിച്ചു, ചിന്തകളെ പൂർണ്ണമായും നിയന്ത്രിക്കാനും അശുദ്ധിയെ ഒഴിവാക്കുവാനുമുള്ള വിജയകരമായ വഴി കുരിശു വരയ്ക്കലാണ്. അതേ, വിശ്വാസത്തോടുകൂടെ കുരിശ് വരച്ച് തിന്മയുടെ ശക്തികളെ ചെറുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കും. പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. അതേ സ്നേഹമുള്ളവരെ, വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അറിയണം, നമ്മുടെ ഉത്തരവാദിത്വമാണ് എൻ്റെ ശരീരത്തെ എങ്ങനെയാണ് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത്, എൻ്റെ ശരീരത്തെ എങ്ങനെയാണ് മാന്യതയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണമെന്ന കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ, ഒത്തിരി പ്രലോഭനങ്ങളുടെ സ്വാധീനമുള്ള സോഷ്യൽ നെറ്റ്വർക്ക്സും മൊബൈൽ ഫോണും കാഴ്ചകളും മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയവും പല വിധത്തിലുള്ള സ്ക്രീനുകളുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനായിരിക്കാം, അല്ലെങ്കിൽ ഐപാഡുകളുടെ ടാബ്ലറ്റുകളുടെ സ്ക്രീനായിരിക്കാം, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനായിരിക്കാം, ലാപ്ടോപ്പിൻ്റെ സ്ക്രീനായിരിക്കാം,
ടെലിവിഷൻ്റെ സ്ക്രീനായിരിക്കാം. സ്ക്രീനുകളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സമയം മനുഷ്യർ ചെലവിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ വിശുദ്ധിയിൽ മുന്നേറാൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. വിശുദ്ധിയിൽ മുന്നേറാൻ വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. വിശുദ്ധിയിൽ വളരാൻ വിശുദ്ധ കുരിശ് നമ്മളെ സഹായിക്കും. ഞാൻ MBBS പഠിക്കുന്ന ഒരു യുവാവ് പങ്കുവച്ച അനുഭവം നിങ്ങളോട് പറഞ്ഞു. അതേ സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ മോശമായ കാഴ്ചകൾക്കും സ്വയംഭോഗത്തിനും അടിമയായിരുന്ന ആ യുവാവ് പല വഴികൾ പരീക്ഷിച്ചിട്ടും അവയെ അതിജീവിക്കാൻ സാധിക്കാതിരുന്ന യുവാവ്, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരിക്കൽ ആ യുവാവിന് പറഞ്ഞുകൊടുത്ത ഒരു ആത്മീയ സൂത്രം: നിന്റെ കണ്ണുകളിലൂടെയാണ് നിനക്ക് കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നതെങ്കിൽ നീ നിന്റെ കണ്ണുകളിൽ കുരിശടയാളം വരച്ച് ഈശോയെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ചിന്തകളിലാണ് കൂടുതൽ മാലിന്യങ്ങളുള്ളതെങ്കിൽ നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഈശോയെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിനക്ക് വിടുതൽ ലഭിക്കുമെന്നൊരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ MBBS വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുത്തു. കേട്ടപ്പോൾ നിസ്സാരമെന്ന് തോന്നിയെങ്കിലും വിശ്വാസത്തോടെ ആ യുവാവ് പരീക്ഷിച്ചപ്പോൾ ആ യുവാവിന് അശുദ്ധിയിൽ നിന്ന് വിടുതൽ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചു. അതെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിന് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ബെർണാർഡ് ഇങ്ങനെ പറഞ്ഞത്: ചിന്തകളെ പൂർണ്ണമായും നിയന്ത്രിക്കാനും അശുദ്ധിയെ ഒഴിവാക്കാനുമുള്ള വിജയകരമായ വഴി കുരിശ് വരയ്ക്കലാണ്. പഴയ മനുഷ്യനെ കുരിശിൽ തറയ്ക്കാനും പുതിയ മനുഷ്യനെ ധരിക്കാനും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമുക്ക് സാധിക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു: യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാം. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് വിശുദ്ധിയിൽ മുന്നേറണം, വിശുദ്ധിയിൽ ജീവിക്കണം. പക്ഷെ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും ഈ ലോകത്തിലുള്ള തിന്മയുടെ ശക്തികൾ നമ്മൾ അനുവദിക്കുന്നില്ല. ഇവിടെ നമുക്ക് വിടുതൽ ആവശ്യമാണ്, സൗഖ്യം ആവശ്യമാണ്. വിശുദ്ധിയിൽ മുന്നേറാൻ വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമ്മളെ സഹായിക്കും. നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് രക്ഷകനായ യേശുവിനെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവേ, രക്ഷകനായ യേശുവേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കരം എൻ്റെ മേൽ വയ്ക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമായി പോകട്ടെ. തിളങ്ങുന്ന മുത്തായി മാറാനുള്ള കൃപ തരണമേ. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ ശക്തിക്കായി, വിശുദ്ധ കുരിശിൻ്റെ ശക്തിക്കായി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രിയനേ യേശുവേ, രക്ഷകാ, എൻ പ്രിയനേ യേശുവേ, രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ
കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. യേശുവേ, തിളങ്ങുന്ന മുത്താക്കി എന്നെ മാറ്റണേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാം സമർപ്പിച്ച് അഗ്നി എന്നിൽ കത്തട്ടെ. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെ ചാരമാക്കി മാറ്റണമേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നമ്മുടെ ശരീരം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കരങ്ങളെ വിശുദ്ധീകരിക്കാനായി സമർപ്പിക്കാം. നമ്മുടെ പാദങ്ങളെ വിശുദ്ധീകരിക്കാനായി സമർപ്പിക്കാം. നമ്മുടെ പാദകളെ വിശുദ്ധീകരിക്കാനായി സമർപ്പിക്കാം. എല്ലാം വെണ്മയായി തീരട്ടെ. ഈശോയെ, അങ്ങയുടെ അഗ്നിയാൽ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ എൻ്റെ കരങ്ങളും പാദങ്ങളും പാദകളും വെണ്മയായി തീരട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ കരങ്ങൾ, പാദങ്ങൾ, പാദകൾ, എൻ കരങ്ങൾ, പാദങ്ങൾ, പാദകൾ, വെണ്മയായി തീരട്ടെ. എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ. എന്റേതാമെല്ലാം. ഓ കർത്താവേ, എല്ലാവരും ചേർന്ന് അഗ്നി എന്നിൽ കത്തട്ടെ. കർത്താവേ, അങ്ങയുടെ അഗ്നി കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എല്ലാ അശുദ്ധിയും സമർപ്പിക്കാം. കത്തട്ടെ. എല്ലാ അശുദ്ധിയും സമർപ്പിക്കാം. അശുദ്ധി ചാരമാകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയെ, തിളങ്ങുന്ന മുത്താക്കണേ എന്നെ. അശുദ്ധിയെല്ലാം എന്റെ മക്കളെ തിളങ്ങുന്ന മുത്തുകളാക്കണേ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കാതുകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ബന്ധങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. അവിടെയെല്ലാം ഈശോയുടെ വിശുദ്ധി കടന്നു വരട്ടെ. കർത്താവേ, എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുമാത്രം തിന്മയും അശുദ്ധിയുമാണ് കണ്ണുകളിലൂടെ കടന്നു വരുന്നത്, കാതുകളിലൂടെ കടന്നു വരുന്നത്, ചില തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു വരുന്നത്. ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തി, കർത്താവിൻ്റെ അഗ്നി കടന്നു വരാൻ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ, എൻ കണ്ണുകൾ, കാതുകൾ,
പാദങ്ങൾ വെണ്മയാ തീരട്ടെ എന്റേതാമെല്ലാം വെണ്മയാ തീരട്ടെ എന്റേതാമെല്ലാം. കർത്താവേ കടന്നു വരണമേ. കർത്താവേ നിൻ ഈശോയെ അഗ്നി അഗ്നി, ഈശോയുടെ അഗ്നി കടന്നു വരട്ടെ. കർത്താവേ അഗ്നി അയക്കണമേ, വിശുദ്ധീകരിക്കുന്ന അഗ്നി, പരിശുദ്ധാത്മാഗ്നി അയക്കണമേ. കത്തട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാവരും ചേർന്ന്, ഭവനങ്ങളിലുള്ള എല്ലാവരും ചേർന്ന് തീഷ്ണതയോടെ വിശ്വാസത്തോടെ വിശുദ്ധ കുരിശിന്റെ ശക്തി പ്രവർത്തിക്കും. തിളങ്ങുന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ അഗ്നി അയക്കണേ, ഓ കർത്താവേ നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധി എല്ലാം ചാരമാകട്ടെ ഈശോയെ. കർത്താവേ നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താക്കണേ ഈശോയെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മുത്തുകളാക്കണേ. ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. യേശുവേ ആരാധന, മഹത്വം മഹത്വം മഹത്വം. വിശുദ്ധ കുരിശിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഗ്നി, യേശുവിന്റെ കുരിശിൽ നിന്നും പുറപ്പെടുന്ന അഗ്നി എല്ലാ അശുദ്ധിയെയും എടുത്തു മാറ്റട്ടെ, വിശുദ്ധീകരിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. യേശുവിന്റെ അഗ്നി, കുരിശിൽ നിന്നും ഇറങ്ങുന്ന അഗ്നി, യേശുവിന്റെ കുരിശടയാളത്തിൽ നിന്നും വ്യാപരിക്കുന്ന ശക്തി, അഗ്നി കടന്നു വരട്ടെ. യേശുവേ എല്ലാ കുടുംബങ്ങളെയും, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കണമേ. അശുദ്ധിയെല്ലാം യേശുനാമത്തിൽ ചാരമായി മാറട്ടെ, അശുദ്ധിയെല്ലാം കുരിശടയാളത്തിൽ ചാരമായി മാറട്ടെ, തിളങ്ങുന്ന മുത്തുകളായി മാറട്ടെ, തിളങ്ങുന്ന മുത്തുകളായി മാറട്ടെ. യേശുവിന്റെ ശക്തി വിശുദ്ധ കുരിശിൽ നിന്നും വ്യാപരിക്കട്ടെ, അഗ്നി കടന്നു വരട്ടെ. യേശുവേ ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന, മഹത്വം മഹത്വം മഹത്വം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവശാസ്ത്രനായ ഒറിജിൻ സഭാപിതാവ് ഒരിക്കലിങ്ങനെ പറഞ്ഞു: നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലും വിശ്വാസത്തിൽ ഹൃദയത്തിലും കുരിശടയാളം പ്രതിഷ്ഠിച്ചാൽ കോപത്തിനോ ജഡികതയ്ക്കോ അതിനോടെതിരിടാൻ പറ്റില്ല. പാപവും ജഡികാസക്തികളും കുരിശിൻ്റെ സാന്നിധ്യത്തിൽ ഓടിയൊളിക്കും. അതേ സ്നേഹമുള്ളവരെ, കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ അലട്ടുന്ന കോപശീലം, ഈ ലോകത്തിൻ്റെതായ മോഹങ്ങൾ, ജഡത്തിൻ്റെതായ പ്രവണതകൾ, അവ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, വിശുദ്ധിയിൽ മുന്നേറാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധീകരിക്കേണ്ട വേറൊരു മേഖലയാണ് നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷത്തിൻ്റെ മേഖലകൾ. കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. പല ആളുകളും ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി നന്മകൾ ചെയ്യുന്നവരാണ്,
ഉപവാസം അനുഷ്ഠിക്കുന്നവരാണ്. പക്ഷേ ചില കാര്യങ്ങൾ അവർക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, വെറുപ്പ് ഉള്ളിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. അതുമൂലം ദൈവകൃപ ചോർന്നു പോകുന്ന അനേകരുണ്ട്. ഈശോ ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത അനേകരുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ട്, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലോ മനസ്സിലോ വെറുപ്പും വിദ്വേഷവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, നമ്മൾ വിശുദ്ധരല്ല, നമ്മൾ അശുദ്ധിയിലാണ്. നമ്മൾ അതിനെ അതിജീവിക്കേണ്ടതുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വിദ്വേഷം നിങ്ങളുടെ ഉള്ളങ്ങളിൽ ആളിക്കത്തുമ്പോൾ നെഞ്ചിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കോപവും പുക പോലെ അപ്രത്യക്ഷമായി തീരും. അതേ സ്നേഹമുള്ളവരെ, വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വെറുപ്പ്, വിദ്വേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നെഞ്ചിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു സ്ത്രീയെക്കുറിച്ച് സോറിയാസിസ് അസുഖം ബാധിച്ച് ദുർഗന്ധം വമിച്ചിരുന്ന, ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടിന് പുറത്തു പോകാതെ കഴിഞ്ഞിരുന്നൊരു സ്ത്രീയെക്കുറിച്ച് ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വെറുപ്പ് അവർ കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ക്രൂശിത രൂപത്തിൽ നിന്നും വന്ന ശക്തി, കുരിശിൽ നിന്നും വന്ന ശക്തി ആ സഹോദരിക്ക് വർഷങ്ങളോളം ക്ഷമിക്കാൻ സാധിക്കാതിരുന്ന ആ മേഖലയെ ക്ഷമിക്കാനും വെറുപ്പിൽ നിന്ന് മോചനം നേടാനും സാധിച്ചു. വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ, ക്രൂശിതൻ്റെ ശക്തിയാൽ ആ സഹോദരിക്ക് സാധിച്ചു. അതിനുശേഷം നല്ലൊരു കുമ്പസാരം നടത്തി. അത്ഭുതം സംഭവിച്ചു. കുമ്പസാരം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആ ദുർഗന്ധം വമിച്ചിരുന്ന ആ മുറിവുകൾ, പഴുപ്പുകളൊക്കെ ഉണങ്ങി കർത്താവ് ആ സഹോദരി വലിയ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നു. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സൗഖ്യം, അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നത് അശുദ്ധിയിൽ നിന്ന് നമ്മൾ മോചിതരാകുമ്പോഴാണ്. അശുദ്ധിയിൽ നമ്മൾ തുടർന്നാൽ നമുക്ക് കർത്താവിൻ്റെ സൗഖ്യമോ കർത്താവിൻ്റെ അഭിഷേകമോ അനുഗ്രഹങ്ങളോ ലഭിക്കുകയില്ല. അതോടൊപ്പം പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവണതകളെക്കുറിച്ച്, വ്യാപാരങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ മുമ്പോട്ട് പോകുന്നവർക്ക് ദൈവരാജ്യം അവകാശപ്പെടുത്താനാകില്ല. അതാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളുടെയും നല്ല ജീവിതത്തിൻ്റെയും നന്മകൾ ചെയ്യുന്നതിൻ്റെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. പക്ഷെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചാൽ അക്കൂട്ടർക്ക് സ്വർഗരാജ്യം അവകാശപ്പെടുത്താനാകില്ല എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ അശുദ്ധിയിൽ നിന്നും നമ്മളെ അശുദ്ധരാക്കുന്ന ഏത് കാര്യത്തിൽ നിന്നും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിച്ചും വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചും നമുക്ക് വിടുതൽ നേടാം, സൗഖ്യം നേടാമെന്ന് കർത്താവിൻ്റെ വചനവും ആത്മീയ പിതാക്കന്മാരും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിലേക്ക് കടന്നു വരാം. ഈ വിശുദ്ധ കുരിശിലേക്ക് നമുക്ക് നോക്കാം. ഈ വിശുദ്ധ കുരിശിലേക്ക് നോക്കി നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധി, നമ്മുടെ കണ്ണുകളിലൂടെ, കാതുകളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധി കർത്താവെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്നത്. എന്നിലുള്ള പാപം, എന്നിലുള്ള അശുദ്ധിയെ യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ക്ഷമിക്കാനാകാത്ത മേഖലകളെ, വെറുപ്പിൻ്റെ മേഖലകളെ വിശുദ്ധീകരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി, ഈ കുരിശടയാളത്തോട് നീട്ടി, ഈ കുരിശിന് നേരെ നീട്ടി
നമുക്ക് കുരിശിൻ്റെ ശക്തി കടന്നു വരുവാൻ, കുരിശിൻ്റെ അഗ്നി കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ്റെ പ്രകാശം ഒരു അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ദൈവത്തിൻ്റെ ഈ വചനം ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. ഈശോയുടെ കുരിശിലേക്ക് എല്ലാം സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ അശുദ്ധിയും വിട്ടുപോകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ അശുദ്ധിയും വിട്ടുപോകട്ടെ. വിശുദ്ധി കടന്നു വരട്ടെ. വിശുദ്ധി നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ. ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവിടുത്തെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറട്ടെ. യേശുവേ, 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 യേശുവേ. ഈ ശക്തി, ഈ ശക്തിയുടെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം. യേശുവേ, യേശുവേ, യേശുവേ. ശക്തി അയക്കണമേ, വിശുദ്ധ കുരിശിനാൽ വിടുതൽ നൽകണമേ. വിശുദ്ധ കുരിശിനാൽ ബാധകൾ ഒഴിയണമേ. വിശുദ്ധ കുരിശിനാൽ സൗഖ്യം നേടണമേ. വിശുദ്ധ കുരിശിനാൽ വിടുതലയക്കണമേ. വിശുദ്ധ കുരിശിനാൽ വ്യാധികൾ അകറ്റണമേ. വിശുദ്ധ കുരിശിനാൽ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നീ ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തെ ആരാധനയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഈ 4 ദിവസങ്ങളായിട്ട് ഒത്തിരി സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും വിടുതലും കൃപയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാളെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്കിതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയോട് നന്ദി പറയാം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ച സൗഖ്യങ്ങളും വിടുതലും നമുക്ക് ശാലോമിലേക്ക് വിളിച്ചറിയിക്കാം. യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയുടെ സാക്ഷികളായി നമുക്ക് മാറാം. സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ വിശുദ്ധ കുരിശിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ എല്ലാ അശുദ്ധിയും നീങ്ങി വിശുദ്ധി വന്ന് നിറയാനും തിളങ്ങുന്ന മുത്തുകളായി മാറാനും അശുദ്ധിയെല്ലാം ചാരമായി പോകാനും തിളങ്ങുന്ന മുത്തുകളായി തീരാനും ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രാർത്ഥന. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ എന്നിലുള്ള അശുദ്ധ ചിന്തകൾ വിട്ടുപോകട്ടെ.